60 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബൈക്കിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. സ്പീഡും ടൈമും നമുക്ക് എഴുതി വയ്ക്കാം. സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 km/h. സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h ആണ്. ടൈം എന്ന് പറയുന്നത് 6 അവർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ സമവാക്യം സ്പീഡ് ഇൻറ്റു ടൈമാണ്. അങ്ങനെയാണെങ്കിൽ 60 × 6 = 360 km. അതാണ് അതിൻ്റെ ആൻസർ. ഇവിടെ നോക്കൂ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. 30 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബൈക്കിൽ 150 km ദൂരം യാത്ര ചെയ്യാൻ എത്ര സമയം വേണ്ടിവരും? സ്പീഡും ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ടൈമാണ് എന്ത് ചെയ്യാനുള്ളത്, കണ്ടെത്താനുള്ളത്. ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ആണ്. സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ആണ്. ഇൻറ്റു ടൈമാണ്. അപ്പോൾ ടൈം കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 180നെ 30 കൊണ്ട് ഹരിക്കുക. 6 അല്ലേ കിട്ടുക? 6 മണിക്കൂറാണ് ആൻസർ ആയിട്ട് കിട്ടുക.